Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'een. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma 'allimna ma yanfa'una wanfa'na bima 'allamtana wa zidna 'ilma. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum wa rahmatullahi wa barakatuh. Brothers and sisters. അൽഹംദുലില്ലാ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മുടെ സർക്കിൾ ഓഫ് കെയർ സെഷൻസ് റെസ്യൂം ചെയ്യാണ്. ഫീലിംഗ് വെരി ഗ്രേറ്റ്ഫുൾ ടു അല്ലാഹ് സുബ്ഹാനഹു വ തആല ഫോർ ഹാവിങ് സിസ്റ്റർ നാജിഹ ബഷീർ ടുഡേ. നാജിഹ ബഷീർ നമ്മുടെ സർക്കിൾ ഓഫ് കെയർ പാനൽ മെമ്പറാണ്. നമുക്ക് ആദ്യമായിട്ടാണ് ആള് ടോക്ക് തരാൻ പോകുന്നത്. ആൻഡ് മാഷാ അല്ലാഹ് സച്ച് എ ബ്യൂട്ടിഫുൾ ടോപ്പിക്, ബിൽഡിംഗ് ഇമോഷണൽ ഇൻറ്റിമസി ആൻഡ് ട്രസ്റ്റ് ഇൻ മാരേജ്. അപ്പം നമുക്ക് ആളെ ക്ഷണിക്കുന്നതിന് മുന്നേ സിസ്റ്റർ നാജിയനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാ. നാജിയ ബഷീർ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻറ്റിമസി കോച്ചാണ്. ബേസിക്കലി ആള് ഫോക്കസ് ചെയ്യുന്നത് ടു ഹെൽപ്പ് വുമൻ റീക്ലെയിം ദെയർ സെൽഫ് വർത്ത് ആൻഡ് ഇന്നർ പീസ് ത്രൂ സെൽഫ് കണക്ഷൻ, ഹീലിംഗ് പാസ്റ്റ് ട്രോമ ആൻഡ് റീഫ്രെയിമിംഗ് ഹെൽത്തി ബിലീഫ്സ്. ആള് സിഡ്നി ഓസ്ട്രേലിയയിലാണ് ബേസ്ഡ്. ഡീപ് കോൺവെർസേഷൻസ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറാണ്. കുറേ വർക്ക്ഷോപ്സ്, ഇഷ്ടം പോലെ വർക്ക്ഷോപ്സ് ആണ് ആൾ ചെയ്തിട്ടുള്ളത് ഫോർ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിമൻ കപ്പിൾസിന് വേണ്ടിയിട്ടും. ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റ്, USA, കാനഡ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഷീ വർക്ക്സ് വിത്ത് ദ couples to build safety and intimacy in their homes and achieve a marriage using Islamic faith principles and Gottman's therapy and deep conversations യൂസ് ചെയ്തിട്ടാണ് ആള് വർക്ക് ചെയ്യുന്നത്. ആളുടെ വിഷൻ എന്താന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റിയോടെ അല്ലെങ്കിൽ ജിജ്ഞാസയോടെ കേൾക്കാനും സ്വീകാര്യതയോടെ മനസ്സിലാക്കാനും അനുകമ്പയോടെ സംസാരിക്കാനും പറ്റുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഫാമിലീസിനെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ബിൽഡ് ചെയ്യാൻ ഉള്ളതാണ് ആളുടെ വിഷൻ. മാഷാ അല്ലാഹ്. She is also one of the life coaches in Kabul matrimony platform നമ്മൾ ഈ അടുത്ത് ലോഞ്ച് ചെയ്തിരുന്നു. അതിലെ one of the life coaches ആണ് ആള്. പിന്നെ she is a co-author of She Inspires Leaders, 18 Powerful Stories to Empower Women Across the Globe. അതിൻ്റെ co-author ആണ്. പിന്നെ സിഡ്നി മലയാളി കമ്മ്യൂണിറ്റിയിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ആൻഡ് സിഡ്നിയിൽ തന്നെ നടത്തി വരുന്ന പള്ളിക്കൂടം മലയാളം ലാംഗ്വേജ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് കഴിഞ്ഞ 7 വർഷമായിട്ട്. ആളുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷാ അല്ലാ, ഷി ഹസ് ഗോട്ട് 5 kids and she lives with her husband in Sydney. ഇനി ഇതെല്ലാം മാറ്റി വെച്ചാൽ മാഷാ അല്ലാ ആള് ഒരു DIY പുലിയാണ്, അല്ലെങ്കിൽ കാർപെൻട്രിയിലും വുഡ് വർക്കിങ്ങിലും മാഷാ അല്ലാ. സോ ഇന്ന് നമുക്ക് ഒപ്പം ഉള്ളത് നാജിഹ ബഷീർ ആണ്. ബിഫോർ ഇൻവൈറ്റിംഗ് ഹർ, ഈ സെഷൻ ജസ്റ്റ് ഒന്ന് പറയാണ്, സെഷൻ ഇസ് റെക്കോർഡഡ്. We would like to have it as interactive സെഷൻ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ചാറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ ചാറ്റ് യൂസ് ചെയ്ത് ഇൻട്രാക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. ആൻഡ് സെഷൻ കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഇൻഷാല്ലാ Q&A, നമുക്കൊരു ക്വിക്ക് Q&A നടത്താം, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻഷാല്ലാ. ഓക്കെ, so welcoming you all to the session of Circle of Care and welcoming Najiha. Naji, you're welcome. Assalamu alaikum wa rahmatullahi wa barakatuh. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാണുന്നുണ്ടോ? ഹലോ, എല്ലാവർക്കും ഷെയർ ചെയ്യോ? അല്ല, ഞാൻ വീഡിയോ കാണുന്നുണ്ടോ ആൻഡ് എന്നെ കാണുന്നുണ്ടോ? യെസ്, വീഡിയോ കാണുന്നുണ്ട്. എന്നെ കാണുന്നില്ല? അല്ല, കാണുന്നുണ്ട്. നാജിനെയാണ് കാണുന്നത്, സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇപ്പൊ രണ്ട് കാണുന്നില്ലേ? യെസ്, ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. ജസാക്കല്ലാഹ് ഖൈർ. ദാന, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞില്ല, ഫുൾ എടുത്ത് വായിക്കരുത്, അതിൽ കുറച്ച് മാത്രം വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞതാണ് ദാനന്റെ അടുത്ത്. പിന്നെ
Inshallah, I hope this is a session beneficial for you all. Now, തുടങ്ങുന്നതിന്റെ മുന്നേ I want to say thank you. Circle of Care-നോടും ദാനനോടും huge thank you. കാരണം I'm very grateful to be here. ഞാൻ ഫസ്റ്റ് CFC ലൈക്ക് Circle of Care-നെ പറ്റി കേട്ടത് കുറെ വർഷം മുന്നേ കേട്ടിരുന്നു. ഫസ്റ്റ് ലൈക്ക് what I want to be a part of it. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ആക്ഷൻ ടേക്കർ ആയതുകൊണ്ട് നല്ലോണം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഇരുന്ന് ഒരു വർഷത്തിൽ കൂടുതൽ ആലോചിച്ചിരുന്നു. പിന്നെ എനിക്ക് ഒരാൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ദാനന്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സർക്കിൾ ഓഫ് കെയറിന്റെ പാനലിലേക്ക് വരാൻ ക്ഷണിച്ചതും അങ്ങനെ ജോയിൻ ചെയ്തതൊക്കെ. പക്ഷെ അൽഹംദുലില്ലാ ഇറ്റ്സ് ബീൻ എ ബ്യൂട്ടിഫുൾ ജേർണി എവർ സിൻസ്. സോ താങ്ക് യു വെരി മച്ച് സർക്കിൾ ഓഫ് കെയർ ആൻഡ് ദാന ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് ദ ഫാമിലി. Now, if it's okay, ഞാൻ ഫുള്ളി മലയാളത്തിലെ സെഷന് ചെയ്യില്ല. ഹാഫ് ആൻഡ് ഹാഫ്, ലൈക്ക് ഇംഗ്ലീഷും മലയാളം കൂടി ലൈക്ക് മിക്സ് ചെയ്തിട്ടായിരിക്കും പറയാ. അതെല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാറ്റിലേക്ക് യെസ് ഇടും. ഞാൻ ഈ സൈഡിലേക്ക് നോക്കും, ഞാൻ ചാറ്റ് നോക്കുന്നതാണ്. സോ എല്ലാവരും ഒന്ന് യെസ് ഇടോ. എവരിവൺ ഓക്കെ വിത്ത് ഇറ്റ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ തന്നെ ലൈക്ക് തംസ് അപ്പ് ഇടാൻ പറ്റും. ഓൾറൈറ്റ്, ഓക്കെ, പെർഫെക്റ്റ്. ഞാനൊന്ന് ഈ ക്യാമറ ഇങ്ങോട്ടേക്ക് ആക്കട്ടെ. ആർക്കെങ്കിലും ക്യാമറ ഓൺ ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സോ. ഐ വുഡ് ലവ് ടു സീ യുവർ ഫേസസ്. എനിക്ക് ഒരു സ്ക്രീനിനോടല്ല ആൾക്കാരോട് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. സോ മോർ ദൻ വെൽക്കം ടു ടേൺ ഓൺ യുവർ ക്യാമറസ്. പിന്നെ ഇന്ന് ഇൻഷാല്ലാ we're going to talk about, as you all know, building emotional intimacy and trust in marriage. Now, before we get into that topic, ഒരു ചെറിയ intro, as Dana has already said pretty much everything. ഞാനൊരു റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റിമസി കോച്ചാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് അൽഹംദുലില്ലാ ഐ ലവ് മൈ ജോബ്. ആൻഡ് എവറി സിംഗിൾ ഡേ ഞാൻ അള്ളാന്റെ അടുത്ത് ശുക്ർ പറയാത്ത ദിവസമില്ല. കാരണം I'm just grateful that Allah chose me for this and he chose this for me എന്നുള്ളത്. കാരണം ഞാനൊരിക്കലും എന്താണ് ചെറുപ്പത്തിൽ എനിക്ക് വലുതാവുമ്പോ ഒരു ടീച്ചർ ആവണം, വലുതാവുമ്പോ ഇതാവണം അതാവണം എന്നുള്ള അങ്ങനെ ഒരിക്കലും ഞാൻ കോച്ച് കണ്ടിട്ട് ലൈക്ക് ആലോചിച്ചിട്ടും കൂടിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കോച്ച് എന്നിട്ടുള്ളൊരു ജോബ് ടൈറ്റിൽ ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കരിയർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ അള്ളാഹ് ഗോട്ട് മീ ദേർ. ആൻഡ് ചില ദിവസങ്ങൾ സെഷന് കഴിഞ്ഞിട്ട് ഞാൻ താഴ്ത്തു വരുമ്പം എന്റെ ഹസ്ബൻഡ് മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, ഇന്നത്തെ സെഷന് നല്ലതായിരുന്നല്ലേ. ലൈക്ക് എന്റെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം ചില സെഷന് കഴിയുമ്പോൾ ലൈക്ക് അൽഹംദുലില്ലാ മോസ്റ്റ് ഓഫ് ദ സെഷൻസ് കഴിയുമ്പോൾ എനിക്ക് താഴ്ത്തു പോകാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കാരണം ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അങ്ങനെ ഹ്യൂജ് ഷിഫ്റ്റ്സ് അല്ല, ഒരു ചെറിയ ഷിഫ്റ്റ് വരെ ചെയ്യാൻ പറ്റിയിട്ട് അവരൊരു ഒരു പുതിയ സെഷനിലേക്ക് വരുമ്പോൾ ലൈക്ക് അന്ന് ഞാൻ ഇത് ട്രൈ ചെയ്ത് അൽഹംദുലില്ലാ ഇറ്റ് വർക്ക്ഡ് എന്ന് പറയുമ്പോഴില്ല, ദാറ്റ്സ് ദ ബെസ്റ്റ് ഫീലിംഗ്. സോ ഇപ്പം അൽഹംദുലില്ലാ ഇറ്റ്സ് ബിക്കം മൈ എനർജി സോഴ്സ്. ലൈക്ക് ഓരോ ദിവസവും സെഷനിൽ ഇരുന്നിട്ട് ക്ലയൻസിന്റെ അടുത്ത് അവരുടെ ഒരു ഫീഡ്ബാക്ക് കേൾക്കൽ ഇസ് മൈ എനർജി സോഴ്സ്. അൽഹംദുലില്ലാ. സോ ഹൗ ഡിഡ് ഐ ഗെറ്റ് ഹിയർ, റൈറ്റ്? എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇന്റിമസി കോച്ചായി അത് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കല്യാണം കഴിക്കുന്ന ആ ഒരു പ്രീ മാരേജ് അല്ലെങ്കിൽ വെൻ ഐ ഫസ്റ്റ് ഗോട്ട് മാരിഡ് എന്നുള്ള ആ സ്റ്റേജിലേക്ക് പോകണം, റൈറ്റ്? സോ അൽഹംദുലില്ലാ ഐ ഹാവ് ബീൻ മാരിഡ് ഫോർ 15 years ഇപ്പം. പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് കല്യാണത്തിനെ പറ്റിയിട്ടുണ്ടായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വാസ് പ്രിറ്റി മച്ച് what all girls or boys have, right? കല്യാണം കഴിക്കുക, ഈ ഒരാളുടെ കൂടെ ജീവിക്കുക, കുട്ടികൾ ഉണ്ടാവണം, അവന്റെ കാര്യങ്ങൾ നോക്കുക, അയാളെന്റെ കാര്യങ്ങൾ നോക്കുക, വീട് നോക്കണം, ആൻഡ് ദാറ്റ് വാസ് പ്രിറ്റി മച്ച് ഇറ്റ്. അതിൽ കൂടുതലും കല്യാണം എന്നുള്ള ഈ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, റൈറ്റ്? കാരണം ഇതാരും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ലൈക്ക് കല്യാണം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഓരോ സ്ട്രഗിൾ, പിന്നെ നമ്മൾ മേലുണ്ടാവുന്ന നാട്ടുകാരന്റെയും വീട്ടുകാരന്റെയും കെട്ടിയവന്റെയും എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ്, പിന്നെ നമ്മൾക്ക് വേണ്ട കുറെ നീഡ്സ്, അത് മീറ്റ് ആവുന്നുണ്ടോ ഉണ്ടാവുന്നില്ലേ, ഈ നീഡ്സ് ഒക്കെ എവിടുന്നാ വരുന്നത്, പിന്നെ ലോസ് ഓഫ് ഡ്രീംസ്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന് കുറെ സ്വപ്നങ്ങൾ നമുക്ക് ഇല്ലാണ്ടായിപ്പോ, അല്ലെങ്കിൽ നമ്മൾ കൈവിട്ട് പോകുന്ന കുറെ ഡ്രീംസ്, പിന്നെ ഡിസപ്പോയിന്റ്മെന്റ്സ് ആൻഡ് സ്ട്രഗിൾസ്, ലൈക്ക് ഇതൊന്നും നമ്മളുടെ അടുത്ത് ആരും പറയുന്നില്ല, റൈറ്റ്? ആൻഡ് ഓൾസോ ഓൺ ദ ഫ്ലിപ്പ് സൈഡ്, ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ
ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കുന്നതിലേക്ക് നമ്മൾ എത്തും. അവരെ ഡിസപ്പോയിന്റ് ചെയ്യുന്നത് നമുക്കൊരു ഫിയർ ആയി മാറും, അല്ലെങ്കിൽ അവർക്കും വേണ്ടി നമ്മൾ am I good enough എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെയും പിന്നെയും നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കും. അങ്ങനെ ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഫിയർ ഓഫ് റിജക്ഷൻ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മുഖം ചുളിക്കോ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കോ, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ആ റെസ്പോൺസ് ആലോചിച്ചിട്ട് എനിക്ക് ഉണ്ടാവുന്ന ഫിയർ. ഇങ്ങനത്തെ ഒരു റിയലൈസേഷൻ, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ടു ഓൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആദ്യം തന്നെ പറഞ്ഞു തന്നിരുന്നോ, അല്ലെ ഞാൻ മാത്രമാണ് ഇതൊക്കെ അറിയാണ്ട് കല്യാണം കഴിഞ്ഞത്? ടെൽ മീ ഇൻ ദ ചാറ്റ്. ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കുന്ന ചാറ്റ് ഞാൻ നിങ്ങളെ റെസ്പോൺസസ് നോക്കാണ്. And please എന്നെ മാം എന്ന് വിളിക്കല്ല. I am just like any of you. I'm no one special. എന്നെ നാജിന്നോ നാജിഹാന്നോ വിളിച്ചോ. പക്ഷേ tell me who knew this? Yep, no one said anything. No, not at all, never told. ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ആർക്കെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? Like I would love to hear one person say, എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്നു. If there is one person in the crowd who knew this, please tell me. No. എല്ലാരും ആരും എന്നെ പോലെ തന്നെയാണ് എല്ലാവരും. അൽഹംദുലില്ലാ. അപ്പം അൽഹംദുലില്ലാ, we're all in the same boat, right? Now അത് കാരണം ഉണ്ടാവുന്ന ഡേഞ്ചർ എന്താന്ന് വെച്ചാല്, ഞാനത് കൊണ്ട് പഠിച്ച ഒരാളാണ്. ഒരു 8 വർഷം മുന്നേ അൽഹംദുലില്ലാ I was pregnant with my 5th child. ദാന പറഞ്ഞ I have 5 kids, 4 boys and 1 girl. ഏറ്റവും യങ്ങസ്റ്റ് ഒരു ബോയ് ആണ്. ആള് പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് ഇപ്പം എന്താ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് റൈറ്റ്, പ്രഗ്നൻസിയിൽ നമ്മൾ ഭയങ്കര ഇമോഷണലി ഒക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ എന്താ പറയുക, ഇമോഷണലി എഫക്റ്റഡ് ആവും പ്രഗ്നൻസിയിൽ ചിലർക്ക്. അപ്പം എനിക്ക് ആ രീതിയിൽ എൻ്റെ കുറെ പണ്ടത്തെ ട്രോമാസ് ഒക്കെ തിരിച്ചു വന്ന് അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെ 5th ചൈൽഡിൻ്റെത്. ആ സമയത്ത് എനിക്കൊക്കെ കൂടി ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഡാർക്ക് സ്പേസിലേക്ക് പോയി. കാരണം ആ സമയം ആകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മാരേജ് കുറെ രീതിയിൽ എന്നെ കൈവിട്ട് പോകുന്ന പോലെയും, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാൾ. ഞാൻ അപ്പോഴത്തേക്ക് ഒരു 5 വർഷമായിട്ട് ബാക്ക് ടു ബാക്ക് ഒന്നെങ്കിലും പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ആണ്. സോ ഐ വാസ് കോൺസ്റ്റന്റ്ലി പേരന്റിങ്. ആൻഡ് ഈ അഡൽട്ട് ഇന്ററാക്ഷൻസ് ഒക്കെ കുറയാൻ തുടങ്ങി. ബാക്കി ആൾക്കാരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യില്ല, ഉറക്കില്ലാണ്ടായി, ഫുൾ ടൈം കുട്ടികളെ നോക്കലും ഇതൊക്കെ ആകുമ്പം ഇറ്റ് സ്റ്റാർട്ടഡ് എഫക്റ്റിംഗ് മീ. അപ്പോൾ അതിന്റെ ഫ്ലിപ്പ് സൈഡ് ഇസ്, സോ അതിൻ്റെ ഒക്കെ മുന്നേ ഞാനൊരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ലൈക്ക് ആൾക്കാരോട് സംസാരിക്കുക, ഇന്ററാക്ഷൻ, പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുക, അങ്ങനത്തെ ഒരാളായിരുന്നു. ഫ്രം ദാറ്റ് ടു ദിസ് വാസ് എ ഹ്യൂജ് ഷിഫ്റ്റ്. അപ്പം ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഒരുമാതിരി ഒരു വർത്ത്ലെസ് ആയിട്ടും ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ടും. പക്ഷെ അതിൻ്റെ ഒക്കെ റിസൾട്ട് ആയിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നല്ല, ഞാൻ വേറെ ആൾക്കാരെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് കോൺസ്റ്റന്റ്ലി എന്നെ ബ്ലെയിം ചെയ്യുന്നത്, എൻ്റെ ഉമ്മ എങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഉണ്ടാവില്ല, ഞാൻ രാവിലെ എണീച്ചിട്ട് 5 ചെറിയ മക്കളുണ്ട്, പക്ഷെ ഞാനത് ആലോചിക്കുന്നില്ല. രാവിലെ മുതൽ അവരെ പിന്നാലെ ഓടി ഓരോന്ന് ചെയ്ത് ഫുഡ് കൊടുത്ത് ഇതാക്കി അങ്ങനെ പോയിട്ട് ഒരു 5 o'clock ആകുമ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നിലത്തൊരു ടോയ് എന്തെങ്കിലും ഉള്ളപ്പം എന്ന് ചോദിക്കും, അത് ഇത് വൃത്തിയാക്കി എടുത്താക്കാൻ പറ്റിയിട്ടില്ലേ എന്നുള്ള ചോദിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് എൻ്റെ റെസ്പോൺസസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണൂല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നല്ലതൊരിക്കലും കാണൂല, മോശം മാത്രമേ എടുത്ത് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. And then immediately he'll get defensive and we go into a fight, right? Anyone else who's done that, right? Mothers who are pregnant, ആരെങ്കിലും ഇങ്ങനെ എന്താ പറയാ, ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിന് പിടിച്ച് കയറി അടി ചെയ്ത് ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഓരോ അത് കൊണ്ട ഹസ്ബൻഡ്സ് ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? Okay. If yes, please do put it in the group. So ആ ഒരു സ്പേസിലുള്ളപ്പം that's when I started looking up. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. വെൽക്കം ടു ദ ഗ്യാങ്. ഞാൻ അങ്ങനെ ആയിരുന്നു. അൽഹംദുലില്ലാ, ത്രൂ കോച്ചിങ് ഐ ഓവർകെയിം ഇറ്റ്. സോ വാട്ട് ഹാപ്പൻ വാസ്, ആ ഒരു സമയത്ത് അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാ ഞാൻ ഒരു കോച്ചിനെ ഓൺലൈൻ മീറ്റ് ചെയ്തു, ലൈക്ക് ഫേസ്ബുക്കിൽ കണ്ട്. ഷീ വാസ് ടോക്കിംഗ് അബൌട്ട് ഇങ്ങനത്തെ ഈ അൺഹാപ്പിനെസ്സും അൺഫുൾഫിൽഡ് ലൈഫും അതും ഇതൊക്കെ പറയുന്നതിന്റെ കൂടെ ഷീ വാസ് കോൺസ്റ്റന്റ്ലി ടോക്കിംഗ് അബൌട്ട് ടോക്സിക് സെൽഫ്. സോ വേറെ ആൾക്കാരാണ് പ്രശ്നം എന്ന് ആലോചിക്കുന്നതിന് പകരം ഞാനാണ് പ്രശ്നം, ഞാനാണെങ്കിലോ
എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അപ്പം നമ്മൾ നമ്മളെ മേലിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ നീഡ്സ് നമുക്ക് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വ്യൂ പോയിന്റ് ആദ്യമായിട്ടായിരുന്നു ഞാനിതിൽ കണ്ടത്. റൈറ്റ്? അൽഹംദുലില്ലാ, that was and you can't hear me. ആർക്കും കേൾക്കുന്നില്ല അല്ലെങ്കിൽ is it just one person? ഒന്ന് പറയണ്ട. Can everyone still hear me? Yeah, clear. All right. So alhamdulillah, from then on it's been a journey uphill. Like I really got into coaching and full on like I got a coach for myself. I started working on myself. പിന്നെ എനിക്കത് ലൈക്ക് ദ റിസൾട്ട് ഓഫ് ഇറ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ലൈഫ് കോച്ചിങ്ങിന്റെ അക്രഡിറ്റേഷൻ എടുത്ത് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ഇപ്പം ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഹിജാബി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ മുസ്ലിം ക്ലയൻസ് വരാൻ തുടങ്ങി. ആൻഡ് ഫോർ സം റീസൺ മോർ ആൻഡ് മോർ വിമൻ വിത്ത് ട്രോമ ആണ് എൻ്റെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആയത്. പിന്നെ വാസ് മോർ അബൌട്ട് മാരേജ് ആൻഡ് അങ്ങനെ ലൈക്ക് ബിക്കോസ് ഐ ഗോട്ട് ക്ലയൻസ് ഹു ഹാഡ് മാരിറ്റൽ ഇഷ്യൂസ്, അങ്ങനെയാണ് ഞാൻ മാരിറ്റൽ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ മാരിറ്റൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് എൻ്റെ മാരേജിൽ തന്നെയാണ്. Right? And that's how I became a relationship and intimacy coach. And one good thing that I learned along the way, like I've been learning for like last 8 years. Particularly, there was one thing that really stood out for me, right? And that was that I don't need a perfect marriage, right? Because tell me what you think about it, right? I want your words. A healthy marriage is not created by a perfect couple. കാരണം പെർഫെക്ഷൻ, റൈറ്റ്, നമ്മളെല്ലാവരും എപ്പോഴും പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. ബി ദ പെർഫെക്റ്റ് ചൈൽഡ്, ബി ദ പെർഫെക്റ്റ് പേരന്റ്, ബി ദ പെർഫെക്റ്റ് വൈഫ്, ബി ഹാവ് ദ പെർഫെക്റ്റ് മാരേജ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കാത്തൊരു കാര്യമുണ്ട്. പെർഫെക്ഷൻ ബിലോങ്സ് ടു അള്ളാഹ്. വി ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, റൈറ്റ്? നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വി ജസ്റ്റ് കീപ് ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ and then we make dua that inshallah Allah accepts our efforts. Right? അതല്ലാതെ പെർഫെക്ഷൻ എന്നുള്ള സാധനം നമുക്ക് കിട്ടൂല, because it does not exist. So a healthy marriage is not created by a perfect couple. It's a journey that two imperfect people embark on, choosing to work on themselves, sometimes hurting each other in the process, but willing to take accountability and to learn and grow for the marriage. Because ഈ ഹദീസ് നിങ്ങൾ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. The best of you are the best to their families, and I am the best to my family. So best of you is who's best to their families, right? Exactly. We're all imperfect, and that is the beauty, alhamdulillah. And your job is to just try to be the best to your family. You will never be the best, you will never be perfect. It's just constantly trying to be best. And take that one step further. അതിന് കൂടെ ഒരു ഹദീസ് കൂടി ആഡ് ചെയ്യാണ്. You can only take imperfect action with the best niya, because innamal a'mal binniyat. Right? ഈ രണ്ട് ഹദീസ് ഒരുമിച്ചിടുമ്പോൾ you have the equation to make your marriage beautiful. കാരണം if you try to be the best for your family because your intention is to be the best, and sometimes you'll take the wrong action, but as long as your intention is right, Allah knows it, and then your reward comes from Allah, not from your actions. Right? നിങ്ങൾ എഫേർട്ട് ഇടുന്നത് കാണുമ്പോൾ Allah ആണ് റിവാർഡ് തരല്. അപ്പോൾ just to move on, inshallah, quick look at what we're actually like going through in this session, right? And I am very conscious of time. 6 things: purpose of marriage, defining trust and emotional intimacy, myths and truths around emotional intimacy, 3 ways to break your marriage, 3 ways to build your marriage, and then inshallah the most important step, and that's a bonus step. All right? Okay. I hope നിങ്ങൾ എല്ലായിടത്തും ഒരു പെന്നും പേപ്പറും ഒക്കെ ഉണ്ട് എന്നുള്ളത്. കാരണം I'll be going through a lot of things. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാൻ പറ്റുമെങ്കിൽ that'll be great, because the best way to hold on to information is to write it down. Right? All right. So far എല്ലാവർക്കും clear ആണോ? Is there any questions, or is it okay for me to go on? Yep, have pen and paper. Amazing. All good. Thank you. Apo, first let's go about purpose of marriage.
ആൻഡ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. വൈ ഡിഡ് യു ഗെറ്റ് മാരിഡ്? ബിഫോർ ഐ ടെൽ യു ദ പർപ്പസ് ഓഫ് മാരേജ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് അതിന് പിന്നിലുള്ള പർപ്പസ് എന്തായിരുന്നു? ചാറ്റിലിടാൻ പറ്റോ? ആ കണ്ടീഷനിങ്. സോ പേരൻസ് പറഞ്ഞ് കല്യാണം കഴിക്കണം, സോ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? Yeah, complete half my deen. Yeah, share everything with a companion to share. Yes. Keep going. എല്ലാവരും നിങ്ങളുടെ തലയിൽ ഫസ്റ്റ് വരുന്ന എന്താണോ അത് ഇട്. എവറിബഡി ഈസ് ഡൂയിങ് ഇറ്റ്, സോ ഐ എം ഡൂയിങ് ഇറ്റ്. ലൈക്ക് എല്ലാവരും ചെയ്യുന്നത് അത് ഞാനും ചെയ്യാം. എക്സാക്ട്ലി, കണ്ടീഷനിങ് ടു ഗെറ്റ് ഡീപ് ലവ്. Yeah. I hope you did get it, inshallah. പിന്നെന്താണ്, ബാക്കി എല്ലാവരും എന്തിനാ കല്യാണം കഴിച്ചത്? സോ ഒരു 5 ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്. പേരൻസ് പറഞ്ഞു. സോ എത്ര ആൾക്കാരാണ്? ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്. പേരൻസ് പറഞ്ഞ് എല്ലാവരും ചെറുപ്പം മുതൽ എന്നോട് ഈ പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെയുള്ള എല്ലാവരും ഒരു തംസപ്പ് ഇടോ? ഇൻഫാക്ട് മെജോറിറ്റി ഓഫ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മളുടെ ജനറേഷനിലുള്ള മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ പേരൻസ് പറഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. ടു ഗെറ്റ് എ കമ്പാനിയൻ ഹു അണ്ടർസ്റ്റാൻഡ്സ് മീ. ഗ്രേറ്റ്. ഞാൻ ഇൻ പേഴ്സൺ വർക്ക്ഷോപ്സ് ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം പേരൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 85% ഓഫ് ദി ക്രൗഡ് കൈപൊന്തിക്കും. സോ അൽഹംദുലില്ലാ, ദാറ്റ്സ് ഫൈൻ. So what's the purpose in staying married? Why are you still married? So parents പറഞ്ഞോണ്ട് കല്യാണം കഴിച്ചു. ഇപ്പം when you look at your marriage, what's the purpose in you staying? Inshallah, 2 ആൾക്കാരുടെ ആൻസർ കിട്ടിയിട്ട് I'll move on. Why are you still in the marriage? Yeah, kids, companionships, it's a virtue blessed by Allah, alhamdulillah. Right? So some of you, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ that came true. Not true for all. ചില ആൾക്കാർ, കുറെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നതുണ്ട്. പക്ഷെ a lot of people stay in it because they're happy. A lot of people stay in it because ഇപ്പൊ ഒരാൾ പറഞ്ഞ പോലെ സൊസൈറ്റി പ്രഷർ കാരണം, ലൈക്ക് ഞാൻ ലീവ് ചെയ്താൽ ശരിയാവൂല, സോ ഐ എം സ്റ്റക്ക് എന്നുള്ളതും അങ്ങനെയുണ്ട്. അപ്പം here's a few reasons, like purpose of marriage എന്ന് പറയുമ്പോൾ, right? Islamically, when you think of it, these are things, these are reasons to get married. I mean, to be in a marriage, right? Safety system, നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന സ്പേസ്, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന സ്പേസ്, നിങ്ങൾക്ക് ഒരാളായിട്ട് പ്രശ്നം ഉണ്ടായാലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും തിരിച്ചു പോയി റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഹാർഡ് ഡേ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോലെ ഒരു മാരേജിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്പേസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് വേറെ ഒരു റിലേഷൻഷിപ്പിലും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ടു ബിലോങ്, ലൈക്ക് നമുക്ക് എല്ലാവർക്കും ബിലോങ് ചെയ്യണം. ലൈക്ക് നമ്മളെല്ലാം നമുക്ക് ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ അടുത്ത് നമ്മൾ ബിലോങ് ചെയ്യാൻ നോക്കും, നമ്മൾ കരിയർ, നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മൾ ബിലോങ് ചെയ്യാൻ നോക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് ബിലോങ്ങിങ് വേണ്ടത് നമ്മളുടെ മാരേജിലാണ്, നമ്മുടെ ഹസ്ബൻഡിന്റെ, നമ്മുടെ വൈഫിന്റെ അടുത്ത് വി ബിലോങ് എന്നുള്ളത്. ലൈക്ക് ഞാൻ ഇയാളുടേതാണ്, ഇയാൾ എന്റേതാണെന്നുള്ള ഒരു ഫീലിംഗ്, ലൈക്ക് ഒരു കംഫർട്ട്, പീസ്. പിന്നെ ഗിവിങ് ആൻഡ് റിസീവിങ് ലവ്, നമുക്ക് സ്നേഹം കൊടുക്കാനും ഒരാൾ വേണം, കിട്ടാനും ഒരാൾ വേണം, റൈറ്റ്? പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയൊരു പേർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാം? ഓ, ആക്ച്വലി ഇവിടെ ഒരാൾ എഴുതിയിട്ടുണ്ട് അത്. ദ ബിഗ്ഗസ്റ്റ് പേർപ്പസ് ഇസ് ജന്ന. റൈറ്റ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേർപ്പസ് ഓഫ് മാരേജ് ഇസ് ജന്ന. Right? And അത് നേരത്തെ ഒരാൾ പറഞ്ഞു, completing half my deen. Half your deen is not complete just by getting married. കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ദീന് ലൈക്ക് ഹാഫ് കംപ്ലീറ്റഡ് ആവൂല. പകരം അള്ള പറയുന്ന രീതിയിലുള്ള ഒരു കല്യാണം നിങ്ങളുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്താൽ, അള്ള പറയുന്ന രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ദാറ്റ് ഈസ് വെൻ യു കംപ്ലീറ്റ് ഹാഫ് യു ദീൻ. ആൻഡ് അത് എങ്ങനത്തെ മാരേജ് ആണ്? അത് അള്ള ഖുറാനിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. And of his signs is that he created for you spouses from yourself, from among yourself, so you may find comfort. And ഖുറാനില് കംഫർട്ട് എന്നുള്ള വാക്കിന് അള്ള യൂസ് ചെയ്യുന്ന വേർഡ് ലിതസ്കുൻ എന്നാണ്, സുക്കൂനാണ്. സുക്കൂൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കംഫർട്ട്. സുക്കൂൻ ഇസ് ലൈക്ക് ദിസ്, എന്താ പറയാ, ഒരു
സ്റ്റേറ്റ് ഓഫ് പീസ് ആണ്, ഇന്നർ പീസ് ആണ്. സോ കല്യാണത്തില് ലൈക്ക് ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വേണ്ടത് ഒരു എന്താ പറയാ ഒരു സ്റ്റേറ്റ് ഓഫ് സമാധാനം. നമുക്ക് എപ്പോഴും നമ്മുടെ കല്യാണം എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവണം. പിന്നെ ഹി പ്ലേസ് ബിറ്റ്വീൻ യു കമ്പാഷൻ. കമ്പാഷന് ഖുറാനിൽ യൂസ് ചെയ്ത വേർഡ് മവദ്ദാണ്. Now, അറബിക്കില് കമ്പാഷൻ അല്ലെങ്കിൽ ലവ് എന്നൊക്കെ ഉള്ള വാക്കിന് ശരിക്കും അറബിക്കില് ഹുബ് എന്നാണ്. ദാന അറബിക് ടീച്ചറാണ്, ദാനയ്ക്ക് ഇത് കൂടുതൽ പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ അത് ഹുബാണ്. പക്ഷെ അള്ളാഹ് മവദ്ദാണ് യൂസ് ചെയ്തത്. ആൻഡ് മവദ്ദ യു ക്യാൻ കണക്ട് ടു അള്ളാന്റെ പേര്, വിച്ച് ഇസ് അൽ വദൂദ്, ദ മോസ്റ്റ് ലവിങ്. സോ അത് സാധാ ലവ് അല്ല. അള്ളാന്റെ ലവ് എങ്ങനത്തതാണ്? നമ്മൾ തെറ്റ് ചെയ്താലും അത് ഇല്ലാത്ത പോലെ മാറ്റിവെച്ചിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ലവ്. ആ ഒരു ലെവൽ ഓഫ് അൺകണ്ടീഷണൽ ലവ് വേറൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഈവൻ വെൻ ഐ ഫെയിൽ എന്നെ സ്റ്റിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന, ഞാനൊരു തെറ്റ് അറിയാണ്ടോ അറിഞ്ഞോ ചെയ്താൽ അത് സാരില്ല, നമുക്കത് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു മാരേജ്. അതാണ് അള്ളാന്റെ രീതിയിലുള്ള മാരേജ്. ആൻഡ് ദെൻ സോ കമ്പാഷൻ ആൻഡ് മേഴ്സി, റഹ്മ. ഈ മവദ്ദയും റഹ്മയും രണ്ടും അള്ളാന്റെ പേരുകളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വേർഡ്സ് ആണ്. റൈറ്റ്, അൽ വദൂദ് ആൻഡ് അർ റഹ്മാൻ അർ റഹീം. ആ ലെവലിൽ നമുക്ക് മേഴ്സി ആൻഡ് ലവ് കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. ദാറ്റ് ഈസ് എ മാരേജ് ദാറ്റ് കംപ്ലീറ്റ്സ് ഹാഫ് യുവർ ദീൻ. ഞാൻ ഒരു 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. റൈറ്റ്, ആദം അലൈഹിസ്സലാം ആൻഡ് ഹവ്വ അലൈഹിസ്സലാം. ആദം നബീനെ അള്ളാഹ് ക്രിയേറ്റ് ചെയ്തപ്പം ആദം നബിക്ക് അള്ള എല്ലാം കൊടുത്ത്, എന്താ പറയുക, സ്വർഗത്തിലുള്ള എല്ലാം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത്, എന്താ പറയാ, അള്ള ക്രിയേറ്റ് ചെയ്ത എല്ലാ സാധനത്തിനും പേരുകൾ പഠിപ്പിച്ചു കൊടുത്ത്, അള്ള ബാക്കി എല്ലാ ജീവികളോടും നബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ടും ആദം നബിക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. ഹി വാസ് അലോൺ. അപ്പൊ അപ്പം അതിനൊരു സൊല്യൂഷൻ ആയിട്ട് അള്ള ആദം നബിക്ക് ആരെയാ കൊടുത്തത്? പറയാൻ പറ്റോ? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ I'm expecting you to just jump into this chat and like immediately answers എഴുതാൻ. Exactly, Hawa. Right? He gave a wife, not a mother. Now, mother അല്ല എന്ന് മാത്രമല്ല ഹവ അലൈഹിസ്സലാമിനെ കൊടുത്തത്. വേർ ഉമ്മാനെ, ലൈക്ക് അള്ളാഹ്ക്ക് ആര് വേണമെങ്കിലും കൊടുക്കാം. അള്ളാഹ്ക്ക് ഒരു കുട്ടീനെ കൊടുക്കുക, ഫ്രണ്ടിനെ കൊടുക്കുക, ഉമ്മനെ കൊടുക്കുക, ഉപ്പനെ കൊടുക്കുക, സിബ്ലിങ്ങിനെ കൊടുക്കുക, പോട്ടെ ഒരു പെറ്റിനെ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അള്ളാഹ് കൊടുത്തത് ഒരു വൈഫിനാണ്, ഒരു പാർട്ട്ണറിനാണ്, ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ് ഇൻ ലൈഫ് അത് നമ്മളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. കാരണം അത് ഹെൽത്തി ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാ റിലേഷൻഷിപ്സും ഇറ്റ് ഫോൾസ് ഇൻ പ്ലേസ്. കുറെ പ്രാവശ്യം ആൾക്കാർ ചോദിക്കും, അപ്പം എന്റെ പേരൻസ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? സോ പേരൻസ് ആണോ വൈഫാണോ ഹസ്ബൻഡ് ആണോ എന്നുള്ള കോമ്പറ്റീഷനിലേക്ക് ഞാൻ പോകാറില്ല. ഇൻസ്റ്റെഡ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണ്, റെസ്പെക്ട്ഫുൾ ആണ്, ഫ്രണ്ട്ലി ആണ്, ലവിങ് ആണെങ്കിൽ പേരൻസ് സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം അവിടെ വരില്ല. സോ എന്റെ ഹസ്ബൻഡിനായിട്ട് എനിക്ക് ഭയങ്കര നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, ആൾ എന്നെ നല്ലോണം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ആളെ നല്ലോണം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ എന്റെ പേരൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും വിൽ വർക്ക് ടുവേർഡ്സ് ഫിക്സിങ് ദ പ്രോബ്ലം. എന്റെ പേരൻസ് ആണ് ഞാൻ അവരെ നോക്കണം, എന്റെ പേരൻസ് ആണ് ഞാൻ ഇവരെ നോക്കണം എന്നിട്ടുള്ള അടി ഉണ്ടാവില്ല. ബിക്കോസ് വി ബോത്ത് റെസ്പെക്ട് ഈച്ച് അതർ. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഇൻ യുവർ ലൈഫ് അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ്. കാരണം അത് ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാ റിലേഷൻഷിപ്പ് ഇറ്റ് ഫോൾസ് ഇൻ പ്ലേസ്. റൈറ്റ്? അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹ് ഖദീജ റളിയല്ലാഹു അൻഹനെ കൊടുത്തപ്പോൾ ആലോചിച്ച് നോക്ക്, നബിക്ക് ആദ്യമായിട്ട് മോജിസത്തൊക്കെ കിട്ടിയപ്പം ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെ റെസ്പോണ്ട് ചെയ്തത്? ലൈക്ക് നബിക്ക് അവിടെ കൂട്ടിന് ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലൈക്ക് നബിക്ക് ആ രീതിയിൽ ഇസ്ലാമിനെ എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, എനിക്ക് വേർഡ് കിട്ടുന്നില്ല, പക്ഷെ ഹി വുഡ് ഹാവ് ബീൻ ഏബിൾ ടു ടേക്ക് ഇസ്ലാം അറൗണ്ട്. റൈറ്റ്? കാരണം ഇപ്പുറത്തെ ഭാഗത്ത് ഹി ഹാഡ് എന്ന ഒരു ആങ്കർ ആയിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ദാറ്റ് ഈസ് വാട്ട്സ് മെന്റ് ഇൻ എ മാരേജ്. നൗ ഫ്ലിപ്പ് സൈഡില് വേറൊരു കല്യാണം ആലോചിച്ചു, ഒരു റിലേഷൻഷിപ്പ് ആലോചിച്ചു നോക്ക്, ഫിറഔൻ ആൻഡ് ആസിയ റളിയല്ലാഹു അൻഹ. എന്താണ് ലൈക്ക് ഇഫ് വെൻ യു തിങ്ക്, റൈറ്റ്, വാട്ട് ഡു യു തിങ്ക് വാസ് മിസ്സിംഗ്?
ആദം അലൈഹിസ്സലാം ആൻഡ് ഹവർ അലൈഹിസ്സലാമിന്റെ കല്യാണം ലൈക്ക് ദാമ്പത്യ ജീവിതം, മുഹമ്മദ് നബിയും ഖദീജ റളിയല്ലാഹു അൻഹ, ആൻഡ് ഓൺ ദി അതർ സൈഡ് ഫിറഔൻ ആൻഡ് ആസിയ റളിയല്ലാഹു അൻഹ. ഇവര് ഈ മൂന്ന് റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു ഡിഫറൻസ്? ഈ രണ്ട് റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു ഉള്ളത് ദാറ്റ് വാസ് മിസ്സിംഗ് ഇൻ ഈ റിലേഷൻഷിപ്പ്? വാട്ട് ഡു യു തിങ്ക്? Mercy, yes. Respect, compassion, faith. Yeah. Now, ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഫെയ്ത്ത്, കമ്പാഷൻ, റെസ്പെക്ട്, മേഴ്സി, ഇതെല്ലാം ഒരു വാക്കിലിടാണെങ്കിൽ ദാറ്റ് ഇസ് ഇന്റിമസി. ഇന്റിമസി മിസ്സിംഗ് ആണ്. സോ ഇന്റിമസി എന്ന് പറഞ്ഞാല് ഈ ഇമോഷണൽ ഇന്റിമസി മാത്രമല്ല, ദേർ ഇസ് ഇമോഷണൽ ഇന്റിമസി, സെക്ഷൽ ഇന്റിമസി, നോൺ സെക്ഷൽ ഇന്റിമസി, സ്പിരിച്വൽ ഇന്റിമസി, ഇന്റലക്ച്വൽ ഇന്റിമസി, ലൈക്ക് അങ്ങനെ കുറെ ഇന്റിമസീസ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞല്ലേ ഇന്റിമസി വാസ് ലാക്കിംഗ്, ട്രസ്റ്റ് വാസ് ലാക്കിംഗ്. Now, quickly, just on the side note, എനിക്ക് എൻ്റെ ഒരു ക്ലയന്റ് സ്റ്റോറി ജസ്റ്റ് പെട്ടെന്ന് ഷെയർ ചെയ്യാണ്. ആള് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, അവള് കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഷി വാസ് സ്ട്രഗ്ലിംഗ് ഇൻ എ മാരേജ്. അപ്പൊ ഒരു പ്രാവശ്യം അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് എന്തോ സങ്കടം പറഞ്ഞപ്പം ഹസ്ബൻഡിന്റെ റെസ്പോൺസ് വാസ്, നിനക്ക് എന്തിന്റെ കുറവാണുള്ളത്? നീ എന്തിനാ നിന്റെ ഫ്രണ്ട്സിന്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്? നിനക്ക് എന്ത് കുറവാണുള്ളത്? നീ ഇങ്ങനെ ആക്കിയാൽ നീ പറയുന്ന സാധനം നിന്റെ കാലിന്റെ മുന്നിൽ എത്തൂലേ? നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. നിനക്ക് സ്വന്തമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നിനക്ക് ഈ റിലേഷൻഷിപ്പിൽ നിനക്ക് എന്തിന്റെ കുറവാണുള്ളത്? ആൻഡ് അവൾ അത് എൻ്റെ അടുത്ത് സെഷനിൽ പറയുമ്പോൾ ഷി വാസ് ആക്ച്വലി ക്രൈം. ബിക്കോസ് അവൾ പറഞ്ഞ്, എനിക്ക് പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് ഇന്റിമസി ഇല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പം അവരുടെ ഹസ്ബൻഡ്സ് അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അത് ഉണ്ടായിരുന്നില്ല. റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ലൈക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തൊക്കെയോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഇന്റിമസി ഇല്ലാതെ നിന്നാൽ ആ റിലേഷൻഷിപ്പ് സ്റ്റിൽ ഫെയിൽ ചെയ്യും. So that is how important emotional intimacy is, or intimacy is in marriage. Right? So then what is emotional intimacy? Another ningal para. What is your understanding? Ningal emotional intimacy nu parayumbom what comes up for you? Before njan endedu parayunninte I want you to tell me. What do you think is emotional intimacy? Sharing good and bad, yeah. Understanding. Care and connection, consideration, support, unconditional support, yes. അപ്പൊ നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റിമസി റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇമോഷണൽ ഇന്റിമസി റിസീവ് ചെയ്യാത്തപ്പോഴും അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദെൻ വൈ ഡു യു ഫീൽ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്? സോ ഓക്കെ, ഈ സാധനങ്ങളൊക്കെ, ഈ പരിഗണനയും ട്രസ്റ്റും ഇതൊക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ വേണ്ടത്? മെന്റൽ പീസ്. സോ നിങ്ങൾക്ക് ഇമോഷണൽ ഇന്റിമസി റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് ബെനിഫിറ്റ് ഉള്ളത്? കീപ്പിംഗ് us sane, സാനിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ക്ലോസ്നെസ്, ഫീലിംഗ് കംപ്ലീറ്റ്, ഫീലിംഗ് സാറ്റിസ്ഫൈഡ്, ഹാപ്പിനെസ്, ഇമോഷണൽ വെൽനെസ്, പീസ് ആൻഡ് ഹാപ്പിനെസ്. സോ ഒരാളുടെ ഹാപ്പിനെസ്, ഒരാളുടെ ആ റിലേഷൻഷിപ്പിലുള്ള സാറ്റിസ്ഫാക്ഷന് ഇമോഷണൽ ഇന്റിമസി ആയിട്ട് ടൈഡ് ആണ്. റൈറ്റ്? അപ്പം ഇതാണ് ഗൂഗിളിൽ പറയുന്നത്. റൈറ്റ്? ഗൂഗിൾ സേസ് ട്രസ്റ്റ് ഇസ് ബിലീഫ് ഇൻ യുവർ പാർട്ട്ണർ. Honesty, loyalty, reliability, that is trust. What is emotional intimacy? It's a deep sense of connection, deep meaningful connection where you feel safe and secure enough to share your thoughts, feelings and vulnerabilities without fear of judgment and rejection. So basically, നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. That's exactly what emotional intimacy is, where നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളു തുറക്കാൻ പറ്റും. മറ്റേ ആള് ജഡ്ജ് ചെയ്യോ, എന്നെ വിലയിരുത്തോ, എന്നെ റിജക്ട് ചെയ്യോ, എന്നെ കളിയാക്കി ചിരിക്കോ എന്നുള്ള ഫീലിംഗ് ഇല്ലാണ്ട് നിങ്ങൾ ഉള്ളു തുറക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യലാണ് ഇമോഷണൽ ഇന്റിമസി. വേർ ട്രസ്റ്റ് ആൻഡ് ഇമോഷണൽ ഇന്റിമസി ആക്ച്വലി ഇറ്റ് കോ എക്സിസ്റ്റ്. ഒന്നില്ലാതെ മറ്റേതുണ്ടാവില്ല, മറ്റേതില്ലാണ്ട് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് എന്താ പറയുക, ഇറ്റ് കാൺ എക്സിസ്റ്റ് വിത്തൗട്ട് ദി അതർ. കാരണം ട്രസ്റ്റ് ഇല്ലാതെ ഇമോഷണൽ ഇന്റിമസി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ ഇന്റിമസി ഇല്ലാത്ത ഒരാളായിട്ട് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റൂല.
right? And when you actually think of it, emotional intimacy and trustum ഒരു മാരേജ് റിലേഷൻഷിപ്പിന് മാത്രം വേണ്ട ഒരു കാര്യമല്ല, റൈറ്റ്? ഇറ്റ്സ് ആക്ച്വലി ഏതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് ആൻഡ് ഇമോഷണൽ ഇന്റിമസി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ലൈക്ക് ഇഫ് യു വൈ ടു തിങ്ക് ഓക്കെ ഇമോഷണൽ ഇന്റിമസിയും ട്രസ്റ്റ് ഇല്ലാതെയും എന്താ പറയാ ഈ ഒരു റിലേഷൻഷിപ്പിന് അത് ആവശ്യമില്ല എന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റോ? Like, I want you to think of ഏതെങ്കിലും ഒരു type of healthy relationship where trustഉം emotional intimacyയും ആവശ്യമില്ല. 2 seconds. പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയും. Yeah. I'm guessing ആർക്കും ആലോചിക്കാൻ പറ്റുന്നില്ല because I'm not getting any responses. Tradingല് trust വേണ്ടേ? Trading and carry, so I'm not going to say anything about it. I don't know anything about it, right? So any healthy relationship between two people, I don't know about trading, so I'm going to leave that aside. But over the top of my head, I can't think of any other relationship that does not need trust and emotional intimacy, right? So emotional intimacy and trust, it's this reliance, like ഞാൻ വീണ നീ എന്നെ പിടിക്കും എന്നുള്ളൊരു വിശ്വാസം, എനിക്ക് എന്റെ കാര്യങ്ങൾ തുറന്ന് നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ എന്നെ വിലയിരുത്തൂല എന്നുള്ള വിശ്വാസം, എനിക്ക് എന്താ പറയാ ഒരു രീതിയിൽ കണ്ണും പൂട്ടി വിശ്വസിക്കലാണ് ഇമോഷണൽ ഇന്റിമസിയും ട്രസ്റ്റും. ആൻഡ് അത് ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ അതില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വെറും ഒരു മാസ്കായി മാറും. ലൈക്ക് ആൾക്കാർ മുന്നിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പോകുന്ന എത്രയോ റിലേഷൻഷിപ്സ് ഉണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഐ ഫൈൻഡ് ലൈക്ക് സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി അവരുടെ ഉള്ളിൽ ഒരു ഇന്റിമസിയും ഇല്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മാസ്ക്. പക്ഷെ ഇൻസൈഡ് ദേർ ഈസ് എ ലോട്ട് ഓഫ് പെയിൻ. കാരണം ഇമോഷണൽ ഇന്റിമസിയും ട്രസ്റ്റും ഇല്ലെങ്കിൽ immediately the relationship starts to fall down. Like you start hurting each other in the marriage, right? Appam, I just want to go over some myths and truths. Right? Now, ഇത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ tell me yes, I've heard this. If not, all good. Right? And also ഞാൻ ഇതൊക്കെ പറയുമ്പോൾ I want you to share your thoughts. ഞാൻ ഇതിന് പറയുന്നതിന് കൂടെ തന്നെ നിങ്ങൾ തോട്ട്സ് ടൈപ്പ് ചെയ്തു ചാറ്റിൽ. Okay, first myth. ഇമോഷണൽ ഇന്റിമസി ലവ് ആണ്, സെക്ഷൽ ഇന്റിമസി ലസ്റ്റ് ആണ്. Now, ഈ ഒരു സ്ലൈഡിൽ ഞാൻ സെക്ഷൽ ഇന്റിമസിനെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കും. കാരണം ഒരു ദാമ്പത്യ ജീവിതത്തിൽ, ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ഇന്റിമസിയും സെക്ഷൽ ഇന്റിമസിയും നമുക്ക് രണ്ടായിട്ട് വെക്കാൻ പറ്റില്ല. ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് വൺ ആൻഡ് വെൽ ഐ ടോക്ക് അബൌട്ട് ദി അതർ, റൈറ്റ്? കാരണം അത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇൻഫാക്ട് എല്ലാ ഇന്റിമസീസും ഒരു കല്യാണത്തിൽ, ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ ഇന്റിമസിയും കണക്റ്റഡ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റും ചെയ്യുന്ന രണ്ട് ഇന്റിമസി ഇതാണ് ഇമോഷണൽ ഇന്റിമസി ആൻഡ് സെക്ഷൽ ഇന്റിമസി. ഈ ഒരു മിത്ത് ഞാൻ കുറെ പ്രാവശ്യം സെഷൻസിൽ കേൾക്കാറുണ്ട്. വേറെ ഇമോഷണൽ ഇന്റിമസി നല്ല കാര്യമാണ്, അത് ലവ് ആണ്. സെക്ഷൽ ഇന്റിമസി ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് ലസ്റ്റ്. ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ചാറ്റിൽ, റൈറ്റ്? ഇൻഫാക്ട് ആൾക്കാർ ലൈക്ക് ഇന്നലെ മിഞ്ഞാന്ന് എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ഷീ സെഡ് ഹഗ്സും എന്താണ് ഹഗ് ആൻഡ് കിസ്സും ജെന്റിൽ വേർഡ്സും അതൊക്കെ ലവ് ആണ്. സെക്സ് വെറും എന്താണ് നമ്മളുടെ ഒരു ആവശ്യം തീർക്കൽ മാത്രമാണ്. അപ്പൊ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ഓൾ ദ ടൈം. പക്ഷെ ഇമോഷണൽ ഇന്റിമസി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ. പക്ഷെ അവിടെ സംഭവിക്കുന്ന വെച്ചാല് ഇമോഷണൽ ഇന്റിമസിയും സെക്ഷൽ ഇന്റിമസിയും ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് കോംപ്ലിമെന്റ്സ് ഈച്ച് അതർ, റൈറ്റ്? ആൻഡ് അതിൽ നമ്മൾ ശരിക്ക് പ്ലെഷറിനെ പറ്റി സംസാരിക്കും, വിച്ച് ഇസ് അനദർ ഹ്യൂജ് ടോപ്പിക്. ഞാനത് ഫുൾ ആയിട്ട് ലൈക്ക് അതിലേക്ക് വല്ലാണ്ട് പോകുന്നില്ല. പക്ഷെ പ്ലെഷർ ആണ് ഇത് രണ്ടിലും, ഇമോഷണൽ ഇന്റിമസി ആണെങ്കിലും സെക്ഷൽ ഇന്റിമസി ആണെങ്കിലും ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലെഷർ സീക്കിംഗ് ആണ്. ആൻഡ് ആ ഒരു പ്ലെഷർ പോയിന്റ്സ് നമ്മൾ ടച്ച് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്, right? So if the truth around it is emotional intimacy and sexual intimacy actually complement each other and both are needed for a fulfilling marriage, right? So then another one is women need emotional intimacy, men need sexual intimacy, right? ഇത് എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ലോട്ട് ഓഫ് ലൈക്ക് this is just for the man, like sex is just for the man. എനിക്ക് കുറെ ഹഗ്സും കിസസും ലൈക്ക് ഫീമെയിലിന് ഹഗ്സും കിസസും മാത്രം മതി, മറ്റേത് just for the man. Now
actually research proven is രണ്ട് പേർക്കും രണ്ടും ആവശ്യമാണ്. Where, because we're talking about emotional intimacy, essentially because we're talking about emotional intimacy ഇല്ലാത്ത റിലേഷൻഷിപ്പില് what happens is most men അവർക്ക് ഇമോഷണൽ ഇന്റിമസി ഇല്ലെങ്കിലും സെക്ഷലി ആക്റ്റീവ് ആവാൻ പറ്റും. പക്ഷെ പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര ഹാർഡാണ്. പക്ഷെ ഇമോഷണൽ ഇന്റിമസി ഇല്ലാത്ത സമയത്ത് അത് ആ റിലേഷൻഷിപ്പിലെ സെൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ബിലോങ്ങിങ് ആൻഡ് കമ്പാഷൻ എഫക്റ്റ് ചെയ്യും. സോ യെസ്, അവർക്ക് സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള അത് മുന്നോട്ട് പോവായിരിക്കും. പക്ഷെ ഓൺ ദ അതർ സൈഡ് അവര് വേറെ രീതിയിലൊക്കെ സ്ട്രഗിൾ ചെയ്യും, വേറെ അവര് ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് ജനറലി ഇമോഷണൽ ഇന്റിമസി കിട്ടാത്ത റിലേഷൻഷിപ്പില് ഹസ്ബൻഡ്സ് അവരുടെ അറ്റൻഷന് കരിയറിലേക്ക് ഇടും. ആൻഡ് വിമൻ ആണെങ്കിലും ഇഫ് യു ആർ എ വർക്കിംഗ് വുമൻ അവരും കരിയറിലേക്ക് ഇടും, അല്ലെങ്കിൽ കുട്ടികളുടെ മേത്തിടും. സോ ഓൾ ദി അറ്റൻഷൻ ഗോസ് ഇൻ ടു കരിയർ ഓർ ഫാമിലി, റൈറ്റ്? And that's the toll. നമ്മൾ ആ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിലുള്ള, ബിക്കോസ് യു നോട്ട് ഗെറ്റിംഗ് ഇമോഷണൽ ഇന്റിമസി ഫ്രം ദ റിലേഷൻഷിപ്പ്, വേറെ രീതിയിൽ നമ്മളെ തന്നെ ഫിൽ ചെയ്യാൻ നോക്കും. ആൻഡ് ദെൻ ആക്ച്വലി അങ്ങനത്തെ റിലേഷൻഷിപ്പില് സെക്ഷൽ ആക്ടിവിറ്റി ഒരു ജസ്റ്റ് ഒരു ആക്ടായി മാറും, വേർ ആക്ച്വലി സെക്സ് ഇസ് എ ടൂൾ. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫ്രം അള്ളാഹ്. ഇത് അള്ളാന്റെ രീതിയിൽ ഇബാദാണ്. പക്ഷെ അത് ജസ്റ്റ് ഒരു കർമ്മം തീർക്കാനുള്ള ഒരു ആക്ടിവിറ്റി ആയി മാറും, ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വലി സെക്സ് ഇസ് എ ടൂൾ ടു ബിൽഡ് ലവ്. പക്ഷെ ഇമോഷണൽ ഇന്റിമസി ഇല്ലാത്തപ്പോൾ ഇറ്റ് ജസ്റ്റ് ബിക്കംസ് എൻ ആക്ട്, ഒരു ചെക്ക് ലിസ്റ്റ് ആയി മാറും, റൈറ്റ്? നൗ women on the other side, നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് if they don't get emotional intimacy they can still be sexually active. പക്ഷെ women ഇമോഷണൽ ഇന്റിമസി ഇല്ലാത്ത സമയത്ത് അവർ സെക്ഷൽ ഇന്റിമസി ആയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ മോസ്റ്റ് വിമൻ ടു ബി സെക്ഷലി ആക്റ്റീവ് വെൻ ദർ ഇസ് നോ ഇമോഷണൽ ഇന്റിമസി, റൈറ്റ്? പക്ഷെ പെണ്ണുങ്ങൾക്ക് ഈവൻ ദോ സെക്ഷൽ ഇന്റിമസി ഇല്ലെങ്കിലും they can still be emotionally available. പക്ഷെ men struggle with that, right? So just to repeat that again, if men don't get emotional intimacy, they can still be sexually active. If women don't get sexual intimacy, they can still be emotionally active or emotionally available, right? But the other gender struggles with it, right? Does that make sense? Sex without intimacy feels like an insult. Yes. Sex for women more psychological. അതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. If you can elaborate on that, I'd like to understand. Also, sex for women is more like a mental space, and 100% അത് ഞാൻ കുറച്ച് മുന്നേ ഒരു വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ that was a topic with like 1 full hour സംസാരിച്ചൊരു ടോപ്പിക് ആയിരുന്നു, where a woman needs to be turned on in her brain. Like ഒരു പെണ്ണിന് the brain is the biggest sex organ. So if she's not turned on in the brain, ബാക്കി body does not work. Right? So inshallah, that can be a topic for another session. Now, both need emotional intimacy. Trust in the കാര്യത്തിൽ I couldn't come up with a myth, so നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും myth ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ. പക്ഷേ here's what I like, a truth about trust is, trust പിടിച്ചു വെക്കേണ്ട കാര്യോ കൺട്രോൾ ചെയ്യേണ്ട കാര്യമല്ല. It's something that you give the other person and the other person gives you, right? Two-way lane ആണ്. So trust is to be given and to be held, right? നമ്മൾ വേറെ ആൾക്ക് ഒരു ട്രസ്റ്റിംഗ് സ്പേസ് പ്രൊവൈഡും ചെയ്യണം, നമ്മൾ വേറെ ആൾക്ക് ട്രസ്റ്റ് ലൈക്ക് അവരുടെ ട്രസ്റ്റ് റിസീവ് ചെയ്യും വേണം. പക്ഷെ you can only be yourself, like you can be yourself with the other person, പക്ഷെ before all of that your trust starts from within. Now what do I mean by that? ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് I think like 1 year into the marriage എനിക്ക് സീരിയസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും ചെയ്യോ ലൈക്ക് വർക്ക് സ്പേസിലൊക്കെ ഈ പെണ്ണുണ്ട്, അല്ലെങ്കിൽ ദിസ് പേഴ്സൺ ഇസ് ടോക്കിംഗ് ടു ഹിം, ദിസ് പേഴ്സൺ ഇസ് കോളിംഗ് ഹിം, ഒക്കെ ഭയങ്കര ട്രസ്റ്റ് ഒരു പേടിയായിരുന്നു. പിന്നെ അത് മനസ്സിലായത് that I had trust issues within myself because of what had happened to me as a child, right? So as a child I had sexual abuse experiences and I was holding trauma from it. So എനിക്ക് ആണുങ്ങളെ ട്രസ്റ്റ് ഇല്ലായിരുന്നു, right? I didn't trust any man, and അതേ lack of trust ആയിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തോണ്ടിരുന്നത്. And another thing was, ഞാനൊരു ടീനേജർ ആയപ്പം
ഐ വാസ് വെരി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഉണ്ടാക്കാതെ അപ്പൊ ഞാൻ കോൺസ്റ്റന്റ്ലി കേട്ടൊരു കാര്യം, നീ അറ്റൻഷനും വേണ്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും, നീ ഭയങ്കര അറ്റൻഷൻ സീക്കറാണ്, ഇതാണ് ഞാൻ കേട്ടിട്ടാ വളർന്നത്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി ഞാൻ ഭയങ്കരമായിട്ട് എടുത്തിരുന്നു. സോ എവിടെയോ ഉള്ളില് ഒരു ഭാഗത്ത് എനിക്ക് ആണുങ്ങളെ വിശ്വാസമില്ല, വേറെ ഭാഗത്ത് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, ബിക്കോസ് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ഹേർഡ് ഗ്രോയിങ് അപ്പ്. സോ ദർ വാസ് എ ലോട്ട് ഓഫ് ലാക്ക് ഓഫ് ട്രസ്റ്റ്, ലൈക് സെൽഫ് ട്രസ്റ്റും കുറവായിരുന്നു, ട്രസ്റ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് ജെൻഡറും കുറവായിരുന്നു. ഓൾ ഓഫ് ദിസ് എപ്പോഴും ഇങ്ങനത്തെ എല്ലാ ട്രോമാസും നമ്മളുടെ റിലേഷൻഷിപ്പിലാണ് ഡിസ്പ്ലേഡ് ആവുക. കാരണം അള്ളാഹ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ നമ്മളുടെ മാരേജ് ഒരു ട്രസ്റ്റിംഗ് സ്പേസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഒരാണിനും ഒരു പെണ്ണിനും ലൈക്ക് ഹിസ് ക്രിയേറ്റഡ് അസ് ഇൻ പേഴ്സ്, ഹിസ് ഫാഷൻ ഡ്യൂ ഇൻ ദ ബെസ്റ്റ് ഓഫ് ഹിസ് ഫാഷൻ ഡ്യൂ ടു ബി പേഴ്സ് എന്നുള്ളത് അള്ളാഹ് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്പേസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എല്ലാ ഇങ്ങനത്തെ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള വേറെ കുറെ ട്രോമകൾ പുറത്തേക്ക് വരും, ബിക്കോസ് ദാറ്റ്സ് ദ സ്പേസ് യു ഗ്രോ. ആൻഡ് സോ എന്റെ ജേർണി, ലൈക്ക് മൈ ട്രസ്റ്റ് ജേർണി സ്റ്റാർട്ടഡ് വിത്ത് മീ റെക്കഗ്നൈസിങ്, ഓക്കെ, ദിസ് ഇസ് ദ പ്രോബ്ലം ഇൻസൈഡ് ഓഫ് മീ ആൻഡ് ഐ ഹാഡ് ടു ലേൺ ടു ട്രസ്റ്റ് മൈസെൽഫ് ആൻഡ് ലേൺ ടു ട്രസ്റ്റ് മെൻ ഇൻ ജനറൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് സം horrible people are there. അതാണായാലും പെണ്ണായാലും ഏത് ജെൻഡറിലും there are horrible people. Vast majority are good. ആ ഒരു ബിലീഫ് വന്നതിന് ശേഷം മാത്രമേ that I could actually learn to trust my husband. Right? So these are all, എന്താ പറയാ, I'm dropping little cues here and there. Like I want you to take this up. Like നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. Like what is inside? What is sitting inside? What is the hurt that is sitting inside? നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ്സ് എന്താണ്? നിങ്ങൾക്കുള്ള ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമാസ് എന്താണുള്ളിൽ, അത് ഫിഗർ ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യം. Right? അപ്പോ how is everyone doing so far? So far clear or no? Keep going? All good? Okay, great. Okay, അപ്പം steps in the wrong direction. 3 steps in the wrong direction. And many people do this. And if you do it, it's okay. Inshallah, this is a reminder for you to stop. Okay? Firstly, spiritual abuse. Relationship spiritual abuse no oru sthalilla. Karanam, you can never use religion to control another person. Like example പറയാണെങ്കിൽ ഞാൻ കേൾക്കുന്ന കുറച്ച് ഇതാണ്. ഒന്ന്, കുറെ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ് ഈ മറ്റേ ഏഞ്ചൽസ് കേഴ്സ് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇഫ് ഷി ഡസ് നോട്ട് ലൈക്ക് ഹസ്ബൻഡ് ബെഡിലേക്ക് വിളിച്ചിട്ട് വൈഫ് പോയിട്ടില്ലെങ്കിൽ രാത്രി മുഴുവനും മലക്കുകൾ ശപിക്കും എന്നുള്ളത്. അങ്ങനത്തെ ഹദീസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നബി സ്വന്തമായിട്ട് നബിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്താൽ മതി, ഞാൻ ചെയ്ത് തരില്ല. അങ്ങനത്തെ ലൈക്ക് നബിന്റെ സ്റ്റോറീസ് അല്ലെങ്കിൽ ഹദീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ആളുടെ അടുത്ത് കണക്ക് പറയാനോ ഫോഴ്സ് ചെയ്യാനോ പവർ പ്ലേ ചെയ്യാനൊക്കെ നമ്മൾ ഇസ്ലാമിനെ യൂസ് ചെയ്യുമ്പോൾ അതിലും വലിയ തെറ്റ് വേറെ ഒന്നുമില്ല. കാരണം ഖുറാനിൽ അല്ലാഹ് പറയുന്നത് there is no compulsion in religion. Right? Religion does not compel you to do anything. അവരത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, if you believe that is a problem, if it is becoming a problem in your marriage, you can have a conversation. Right? എനിക്ക് ഇങ്ങനെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു നബിന്റെ കാലത്ത്, സോ ഐ ആം ജസ്റ്റ് സ്കേർഡ് ഫോർ യു, അത് പറയാം. പക്ഷെ യു കൻ നെവർ ഫോഴ്സ് അനദർ പേഴ്സൺ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫിയർ ആൻഡ് ട്രസ്റ്റ് കനോട്ട് ലിവ് ടുഗെദർ. പവർ പ്ലേ, കൺട്രോൾ ആൻഡ് ട്രസ്റ്റ് കനോട്ട് ലിവ് ടുഗെദർ. അപ്പം ഒരു വൈഫ് ബെഡിലേക്ക് ഞാൻ യെസ് പറഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി മൊത്തം ഏഞ്ചൽസ് എന്നെ ശപിക്കും എന്ന് ആലോചിച്ചിട്ടാണ് വൈഫ് ബെഡിലേക്ക് പോകുന്നതെങ്കിൽ അത്രയും എന്താ പറയുക ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേറെ ഉണ്ടാവില്ല. ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ ഒരു ഹസ്ബൻഡ് ആയാലും നബി അങ്ങനെയൊക്കെ ചെയ്തു, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവൾ ഇതിന് കണക്ക് പറയും, അത് ഇതെന്നുള്ളത് പേടിച്ചിട്ടാണ് വീട്ടിൽ പെർഫോം ചെയ്തത്. അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ദാറ്റ് യു കൻ തിങ്ക് ഓഫ്, whenever you use Islam as a control tool, അല്ലെങ്കിൽ ഒരു power tool, you're in the wrong. Right? If you're like നിങ്ങളുടെ പാർട്ട്ണർ അത് ചെയ്യുന്നില്ലെങ്കിൽ, what you need to understand is നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ അതിലപ്പുറം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബാക്കി അവരും പഠിച്ചോനും തമ്മിൽ അവിടെ നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ പറ്റണം. Right? That's one. Second one is fixing the other. Now, ഇത് ഒരുവിധം എല്ലാ റിലേഷൻഷിപ്സിലും കാണുന്നതാണ്. ഇത് ഞാൻ കുറെ ചെയ്തൊരു കാര്യം കൂടിയാണ്. ഇപ്പോഴും ചിലപ്പം ചെയ്യും, എന്നിട്ട് ഞാൻ ലൈക്ക്
pick ചെയ്യും, like, oh my god, I'm doing it again, and then I'll pull back, right? Because we're so conditioned to do this. Fixing the other person. നമ്മൾക്ക് എന്താണ് കുറവ് എന്നുള്ളത് ആലോചിക്കാണ്ട് നമ്മൾ കോൺസ്റ്റന്റ്ലി മറ്റേ നിങ്ങൾ ഇത് ചെയ്ത് ശരിയല്ല, നീ ഇത് ചെയ്ത് ശരിയല്ല, അങ്ങനെ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം, റൈറ്റ്? ക്രിറ്റിസിസമിനെ പോലെ ഒരു മാരേജിനെ കൊല്ലുന്ന വേറെ ഒന്നുമില്ല, right? Lack of communication, അല്ലെങ്കിൽ bad communication really kills marriage. So criticism is constantly telling them, teaching them, correcting them, like our response. Instead, what you should be doing is focusing on yourself. കാരണം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്റെ മേലെ ഫോക്കസ് ചെയ്ത് ഞാൻ മാറണം. അത് നല്ല പണിയുള്ള കാര്യമാണ്. കാരണം ഞാൻ മാറണമെങ്കിൽ ഓക്കെ എന്റെ തെറ്റ് എന്താണെന്ന് ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് അതെങ്ങനെ മാറ്റണം എന്നുള്ള പഠിച്ച് ഞാനത് ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ. പക്ഷെ വേറെ ആളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഈസിയാണ്. So it's actually the easier thing to do where you're constantly looking at the other person. Like, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്തിങ്ങനെ ചെയ്തത്, ഇങ്ങനല്ലല്ലോ ചെയ്യേണ്ടത്, അങ്ങനല്ലല്ലോ ചെയ്യേണ്ടത്, ഇത് ദീനിൽ ശരിയല്ല, അത് ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, എനി ടൈം യു ഫോക്കസ് ഓൺ ദി അതർ പേഴ്സൺ. നിങ്ങൾ ഈവൻ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ പോലും കോൺസ്റ്റന്റ്ലി അഡ്വൈസ് കൊടുക്കല് ഭയങ്കര നാഗ്. Sorry to Najira internet connection ಅಂತ തോന്നുന്നു. We'll wait inshallah. Hi, I'm very sorry. എന്തായതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും കാണുന്നുണ്ടോ? സോറി, ഞാൻ ചാറ്റ് നോണാക്കട്ടെ. I'm so sorry. For some reason, the internet full light shut down. Anyway, we'll just keep continuing, right? എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ടോ? യെസ്, കാണാം, കേൾക്കാം. യെസ്, ഓക്കെ, ഓൾ ഗുഡ്. ഓക്കെ, അപ്പം again, as I said, fixing the other person. Like, as I said, it's easier to focus on the other person. Instead, look at improvement ആലോചിക്കുമ്പോൾ look at yourself. മറ്റേ ആളെ പറ്റി ആലോചിക്കുമ്പോൾ think of acceptance. How do I accept the other person? And രണ്ടാൾക്ക്, think of two people in a marriage where constantly അവര് improvement ആലോചിക്കുമ്പോൾ അവരെ തന്നെ ആലോചിക്കും, മറ്റേ ആളെ പറ്റി ആലോചിക്കുമ്പോൾ acceptance ആലോചിക്കും. അങ്ങനത്തെ ഒരു മാരേജ് ആലോചിക്കുക. Would it be traumatic അല്ലെങ്കിൽ would it be beautiful? എന്താ തോന്നുന്നത്? Right? I think it would be beautiful. Exactly, it would be beautiful. അപ്പം last one. I'm sorry, quickly, ഈ ഒരു ഹദീസും കൂടി. ഈ ഒരു ഹദീസ്, like Prophet Muhammad sallallahu alaihi wasallam said, blessed is he who is occupied with his own faults over the fault of the people, like of other people, right? Now, ഈ ഹദീസ് ഒക്കെ, I want you to read it along with the best of you are the best within the homes, and Quranul ayat where Allah says, like mawadda and rahma and sakina, like these are the pillars. Like idokka ഒരുമിച്ച് വായിക്കുമ്പോൾ you have the full map to a healthy marriage right in Quran and Hadith, right? അപ്പം final one is a 50-50 transactional relationship. ഞാൻ ആറിയിട്ടനല്ലോ, നീ തുണി മടക്കി വെക്കണം.
ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, നീ അത് ചെയ്യണം. ഞാൻ ബിന്നിടുന്നുണ്ടല്ലോ, നീ ഫുഡ്, ലൈക്ക് ഓൾ ഓഫ് ദാറ്റ്, ലൈക്ക് ഐ ഡു ദിസ്, യു ഡു ദിസ്, 50-50. ഒരു മാരേജിന് ഒരിക്കലും 50-50 ആവാൻ പറ്റൂല. ഒരിക്കലും 50-50 ആക്കാൻ ട്രൈ ചെയ്യുന്ന ഒരു മാരേജ്, ഇറ്റ് എൻഡ്സ് ഇൻ കോൺഫ്ലിക്ട്സ്. കാരണം നമ്മൾ കോൺസ്റ്റന്റ്ലി മറ്റേ ആള് ഞാൻ ചെയ്യുന്ന അത്ര ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ നടക്കുന്നത് തന്നെ. വേഴ്സസ് ബ്രിനെ ബ്രൗൺ എന്നിട്ടുള്ള ഒരു റിസർച്ചർ ഉണ്ട്. അവര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമേസിംഗ് റിസർച്ചർ. അവര് ഷെയിം ആൻഡ് വൾണറബിലിറ്റിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ആളാണ്. ഷീ സെസ് ഒരു റിലേഷൻഷിപ്പിന് ഒരിക്കലും 50-50 ആവാൻ പറ്റില്ല. ദ ബെസ്റ്റ് മാരേജസ് വെയർ രണ്ടാൾക്കാരും അവരുടെ 100% കൊടുക്കുന്നത്. ആൻഡ് സം ഡേയ്സ് യു ഡോണ്ട് ഹാവ് 100. ലൈക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സോസ്റ്റഡ് ആണ്. രാവിലെ ഇപ്പൊ ഞാൻ കല്യാണം 8 years ago 5 ചെറിയ കുട്ടികളുണ്ട്. ഐ ഡോണ്ട് ഹാവ് 100 ടു ഗിവ്. കാരണം ഈ കുട്ടികളെ നോക്കുമ്പോൾ തന്നെ എന്റെ 150 തീരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം സം ഡേയ്സ് യു ഹാവ് 5 ടു ഗിവ്, സം ഡേയ്സ് യു ഹാവ് 10 ടു ഗിവ്. അപ്പം ഒരാൾക്ക് 10 കൊടുക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് ആ ബാക്കിയുള്ള 90 ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചില ദിവസം എനിക്ക് 20 ഉണ്ട്, അപ്പൊ എന്റെ ഹസ്ബൻഡിന് 80 ഇടാൻ പറ്റും. ചില ദിവസം എന്റെ ഹസ്ബൻഡിന് 20 ഉണ്ട്, അപ്പൊ എനിക്ക് 80 ഇടാൻ പറ്റുമോ നോക്കാം. ചില ദിവസം നമുക്ക് രണ്ടാൾക്കും 20 ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാൾക്കും വീട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനുള്ള ശക്തിയില്ല. ഓൾറൈറ്റ്, ഇന്ന് തൽക്കാലം വീട് വൃത്തിയാക്കേണ്ട ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. ഇറ്റ്സ് ഫൈൻ. ആസ് ലോങ് as you're maintaining friendship, you're maintaining relationship. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രയോറിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ്. റൈറ്റ്? ആൻഡ് 50-50 ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ് ആദ്യം കൊല്ലല് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇന്റിമസിയാണ്. ഓക്കെ, അപ്പം സ്റ്റെപ്സ് ടുവേർഡ്സ് കണക്ഷൻ. ഈ പോയിന്റ്സ് പറയുമ്പം ആൻഡ് ഈ നേരത്തെ പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങൾ പിന്നെയും നിങ്ങളുടെ സെൽഫിനെ നോക്കുക. ഇതെന്റെ വൈഫ് ചെയ്യലുണ്ട്, ഇതെന്റെ ഹസ്ബൻഡ് ചെയ്യലുണ്ട്. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ വാണ്ട് യു ടു ഡു. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക. ഡു ഐ ഡു ദിസ്? Okay, if you do, then look at stopping it, അല്ലെങ്കിൽ look at starting it. Right? അപ്പോൾ points towards connection. These are points I want each of you to do it. മറ്റേയാളെ പോയി പഠിപ്പിക്കണ്ട, മറ്റേയാളോട് ഇതൊക്കെ ചെയ്യാൻ പറയേ വേണ്ട, നിങ്ങളിത് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്? ഫസ്റ്റ്ലി ബിഡിങ്. ഈ ബിഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ജോൺ ഗോട്ട്മൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസർച്ചർ, അവരാണ് ഇതാദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ജോൺ ഗോട്ട്മൻ ആൻഡ് ഹിസ് വൈഫ് ജൂലി ഗോട്ട്മൻ രണ്ടുപേരും റിലേഷൻഷിപ്പ് എക്സ്പേർട്സ് ആണ്. വേറെ അവർക്ക് അവര് ഒരു മാരിഡ് കപ്പിളിന്റെ കോൺഫ്ലിക്ട് ഒരു 10 മിനിറ്റ് നോക്കിയാൽ, ലൈക്ക് അവരത് വിറ്റ്നസ് ചെയ്താൽ അവർക്ക് ഓൾമോസ്റ്റ് വിത്ത് 85% ആക്യുറസി പറയാൻ പറ്റും ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യോ അല്ലെങ്കിൽ എൻഡ് ചെയ്യോ. അത്രയും എക്സ്പേർട്സ് ആണ്. റൈറ്റ്? സോ അവരുടെ വർക്കിൽ അവർ പറയുന്നതാണ് ബിഡിങ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസസ് ഇൻ മാരേജ് ആണ്. റൈറ്റ്? സോ ബിഡിങ് എന്താണ്? ബിഡിങ് ഇസ് ബേസിക്കലി നമ്മൾ ഒരു ദിവസം കുറേ പ്രാവശ്യം ബിഡ്സ് ഇടും. ദാറ്റ് ഇസ് അത് കാര്യമായിട്ട് ഒരു കണക്ഷൻ, ഒരു ബിഡ് അങ്ങോട്ടിട്ട് ആൻഡ് ഹി റെസ്പോണ്ടഡ് ടു ദ ബിഡ് ആൻഡ് ഹി കണക്റ്റഡ് ബാക്ക്. ദാറ്റ് ഇസ് ബിഡിങ്. റൈറ്റ്? സോ നിങ്ങളുടെ ജോബ് ഇന്ന് മുതൽ എവറി ടൈം യുവർ പാർട്ട്ണർ ഗിവ്സ് യു എ ബിഡ്, മേക്ക് ഷുവർ യു ട്രൈ യുവർ ബെസ്റ്റ് ടു റെസ്പോണ്ട്. റൈറ്റ്? ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് കുറച്ച് മുന്നേ നിങ്ങൾ ആക്ച്വലി ഗൂഗിൾ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി നോക്ക്. ഇവർ ആക്ച്വലി ബേബീസിനെ വെച്ചിട്ട് അൺറെസ്പോൺസീവ് പേരന്റിന്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ആദ്യം ഈ പേരന്റ് ഒരു ചെറിയ ബേബിനെ മുന്നിൽ എത്തിയിട്ട് ആ കുട്ടി കളിക്കുമ്പോൾ അതിനനുസരിച്ച് ആ പേരന്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, കുട്ടി ചിരിക്കുമ്പോൾ ഉമ്മ ചിരിക്കുന്നത്, ആ രീതി ഒരു കുട്ടിയില്ല ഉമ്മ ഫ്യൂ മിനിറ്റ്സ് ആ കുട്ടി കരയാൻ തുടങ്ങി. കരയാം നമ്മുടെ കണക്ഷന് പച്ചക്കറി നോക്കിയിട്ടുണ്ട് രീതിയിലുണ്ടാകുന്ന ബിൽഡിങ്ങോ അതിന് എനിക്ക് ഒരാള് കുറ്റമാറി. ഇത് കോൺസ്റ്റന്റ്ലി ഫീഡ്ബാക്ക് ആണ്. രണ്ടാൾക്കാരുടെ ഫീഡ്ബാക്ക് ആണ് ശ്രദ്ധിക്കാം. റൈറ്റ്? പേഴ്സൺ എ എപ്പോഴും പോസിറ്റീവ് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഗുഡ് ഈസ് നിങ്ങളുടെ വീട്ടിലേക്ക് ലൈക്ക് ആ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. അവർ ചെയ്ത എന്തെങ്കിലും വേറൊരു ദിവസം പ്രാവശ്യം ചെയ്യാം. ഫെർട്ടിലൈസറും വെള്ളം ഇതൊക്കെ കൊടുത്ത് എനിക്കൊന്നും ഇത് കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ചെടീനോട് കോൺസ്റ്റന്റ്ലി നല്ല വർത്താനം പറഞ്ഞ് മറ്റേ ചെടിനോട് ഭയങ്കര മോശമായിട്ട് ബുള്ളിയും രീതിയിൽ സംസാരിച്ച് വിത്തിൻ 1 week ആ ബുള്ളീഡ് വേർഡ്സ് കേട്ടിട്ടുള്ള പ്ലാന്റ്, ആ ചെടി ചത്തുപോയി. അത്രയും പവറാണ് നിങ്ങളുടെ വാക്കിന്. അപ്പൊ ആലോചിച്ച് നോക്ക്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ജീവൻ കൊടുക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലാണോ എന്നുള്ളത്. Okay, this is for you to think. This is for you, not for the other person. Right? നിങ്ങൾ മറ്റേ ആളല്ല അസസ് ചെയ്യുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത് അസസ് ചെയ്യും. Now, finally, so actually another hadith, ഇതും നബി പറയുന്നത് ലൈക്ക് ലെറ്റ് ഹിം സ്പീക്ക്, നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത്. ലൈക്ക് ലെറ്റ് ഹിം സ്പീക്ക് ഗുഡ്നെസ്, സോ ലെറ്റ് ഹിം സ്പീക്ക് ഗുഡ്നെസ് ഓർ റിമെയിൻ സൈലന്റ്. Right? Finally, touch.
ഒരു റിലേഷൻഷിപ്പിനെ ഇത്രയും ബിൽഡ് ചെയ്യുന്ന വേറൊരു കാര്യമില്ല. where you're consciously touching to express love. Now, കുറേ സ്ത്രീകൾക്ക് പേടിയുള്ള ഒരു കാര്യമാണ് ടച്ച്. ഞാൻ എത്രയോ ആൾക്കാർ ഇത് പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലാ മൂപ്പർക്ക് ഒരു കിസ് വരെ കൊടുക്കാൻ പറ്റില്ല, ഒരു കിസ് കൊടുക്കാൻ പോയിട്ട് അത് വേറെ അടുത്തേക്കെങ്കിലും എത്തും. Like they're all scared of leading somewhere. Where ഒരു റിലേഷൻഷിപ്പിൽ you really need touch that does not lead anywhere. Like touch just for sharing intimacy, just to show love, just to say I love you അല്ലെങ്കിൽ I care. And അത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് ഷോൾഡർ തൊടുക, അല്ലെങ്കിൽ ഒന്ന് മുടി തടവുക, അല്ലെങ്കിൽ ഒന്ന് മുഖം തടവുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒരു കിസ് കൊടുക്കുക. ഇൻഫാക്ട് അക്കോർഡിംഗ് ടു ഗോട്ട്മൻ അഗൈൻ, ഒരു 7 seconds ലോങ് ആയിട്ടുള്ള ഒരു കിസ് അല്ലെങ്കിൽ ഒരു 20 second ലോങ് ആയിട്ടുള്ള ഹഗ് ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഫ്രീക്വൻസിനെ വരെ മാറ്റും. റൈറ്റ്? ദാറ്റ്സ് ഹൗ ഈസി ഇറ്റ് ഈസ്. സോ നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ടിട്ട് മറ്റയാളെ തൊടുമ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാറ്റാൻ തുടങ്ങാൻ പറ്റും. വേറെ നിങ്ങൾ ഇന്റൻഷനലി വേറെ ഒരു ഉദ്ദേശവും ഇല്ലാണ്ട് വേറെ എവിടെയും എത്തിക്കാനും വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇമോഷണൽ ഇന്റിമസി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇമോഷണൽ ഇന്റിമസി ബിൽഡ് ചെയ്യാനും വേണ്ടി തൊടാം. റൈറ്റ്? നൗ അഗൈൻ ഒരു റിസർച്ചില് കുറച്ച് മുന്നേ ഒരു 1984 ചെയ്തൊരു റിസർച്ച് ആയിരുന്നു. ഇത് ആക്ച്വലി ഫൗണ്ട് ഈ ഓർഫനേജസിലൊക്കെ വളരുന്ന കുട്ടികളില്ല, അവര് ആരും കെട്ടിപ്പിടിക്കാനോ താലോലിക്കാനോ ഫിസിക്കൽ ടച്ച് ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് അവർക്ക് ആക്ച്വലി സ്റ്റണ്ടഡ് ഗ്രോത്ത്, അവരുടെ ബോഡി ഫുള്ളി വളരൂലായിരുന്നു. അവരുടെ മെന്റൽ ഗ്രോത്തും അവരുടെ ഫിസിക്കൽ ഗ്രോത്തും എഫക്റ്റഡ് ആയിരുന്നു. വേറെ അവരുടെ സ്ട്രെസ് ഹോർമോൺസ് അബ്നോർമൽ ലെവലായിരുന്നു, അവർക്ക് ഹൈ കോർട്ടിസോൾ ആയിരുന്നു. സോ ആ രീതിയിലാണ് ടച്ച് ഇല്ലാത്തപ്പം ഒരു ബോഡീനെ എഫക്ട് ചെയ്യാം. അഗൈൻ നമ്മൾ അഡൽട്സ് ആകുമ്പോൾ വി ലേൺ ടു മാസ്ക് ഇറ്റ് ഓൾ. കാരണം അഡൽട്സ് ആണല്ലോ, നമുക്ക് കരയാനും ബഹളം വെക്കാനൊന്നും പാടില്ലല്ലോ. പക്ഷെ this is what you're missing out on when you don't do this in your marriage. Right? Now, as I said, becoming an adult does not change any of your needs. Right? It's just that നമുക്ക് ഇത് ഇല്ലാതാവുമ്പം what happens is നമ്മളത് വേറെ എന്തെങ്കിലും രീതിയിൽ അൺഹെൽത്തി അല്ലെങ്കിൽ അൺറിസോഴ്സ്ഫുൾ ആയിട്ടുള്ള വഴികളിൽ നമ്മളുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ. Right? So എപ്പോഴും my invitation is to start working on yourself. Right? അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനിക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങളുണ്ട് ആൻഡ് അത് ഹെൽത്തിലി എനിക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും. കുറേ നീഡ്സ് നമുക്ക് സ്വയമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും, കുറേ നീഡ്സ് നമുക്ക് മാരേജിൽ മീറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. റൈറ്റ്? ദിസ് ഇസ് ഓൾ പാർട്ട് ഓഫ് യുവർ ഗ്രൂപ്പ്. സോ ദെൻ ലാസ്റ്റ് bonus point and the most important ingredient when it comes to emotional intimacy or any sort of intimacy is self intimacy. Right? ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് എനിക്ക് നിങ്ങളെല്ലാവരും ചെയ്യണം. If you believe that you don't look good, suppose you're a person, you believe you don't look good, നിങ്ങൾക്ക് മിററിൽ നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കുറവുകളും കാണുന്നുണ്ട്, and then actually നിങ്ങൾ സ്വയം ആലോചിക്കണം. think of another person, ഒരാള്. Okay, this person, she does not think she's beautiful, she thinks she's completely ugly. എപ്പോൾ മിറർ നോക്കുമ്പോഴും she sees all the faults. കണ്ണിന്റെ അടിയിൽ കറുപ്പ് തടിച്ചിട്ടുണ്ട്, അത് ഇത് അങ്ങനെ കുറേ ഇത്. റൈറ്റ്? അങ്ങനത്തെ ഒരാൾ ഫുള്ളി ഡ്രസ്സപ്പ് ചെയ്ത് ഒരു കല്യാണത്തിന് പോയി. എന്നിട്ട് കുറേ ആൾക്കാർ കോംപ്ലിമെന്റ്, മാഷാഅല്ലാഹ് നല്ല ഡ്രസ്സുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, നല്ല ഡ്രസ്സ്, അത് ഇത്. ഒരാൾ വന്നിട്ട് കുറ്റം പറയും, ഇതത്ര രസമില്ല, ഡ്രസ്സ് ഇട്ടത് രസമായിട്ടില്ല എന്ന് പറയും. What are the chances that she would hear the 10 people complimenting her versus that one person giving her criticism? ഏതാണ് അയാൾക്ക് കൂടുതൽ തലയിൽ നിൽക്കുക? Obviously criticism, right? Now on the flip side, the one person, exactly that one person. Now on the flip side, there's another person. ഇയാൾക്ക് മിററിൽ നോക്കുമ്പോൾ അങ്ങനെ ഭൂലോക സുന്ദരിയാണെന്നൊന്നുമില്ല, പക്ഷേ ഷീസ് ഹാപ്പി വിത്ത് ഹെർസെൽഫ്. മിററിൽ നോക്കുമ്പോൾ ഷീസ് ലൈക്ക് കാണാൻ ഭംഗിയുണ്ട്, ഓൾ ഗുഡ്, വൃത്തിയുണ്ട്. ആൻഡ് ദെൻ ഷീ ഡ്രസ്സസ് അപ്പ് ആൻഡ് ഷീസ് ലൈക്ക് ഷീസ് ഓൾ ഹാപ്പി വിത്ത് ഹെർ ഡ്രസ്. എന്നിട്ട് ഒരു ഇതുപോലെ ഒരു കല്യാണത്തിന് പോയി 10 ആൾക്കാര് കോംപ്ലിമെന്റ് ചെയ്ത് ഒരാള് കുറച്ച് ലൈക്ക് വലിയ ഇതൊന്നും ഇല്ല എന്നുള്ള എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കൊടുത്ത്, what is the chance that ഈ ഫീഡ്ബാക്ക് അവളെ എഫക്ട് ചെയ്യും? Is it the same as the first person? അല്ലെങ്കിൽ will it be lesser? She wouldn't mind that one comment കാരണം she believes. Right? And that is the main thing.
you need self-intimacy because we only recognize what we already know or believe inside of us. ഈ പെണ്ണിന് there was nothing different. Incidents exactly same ആയിരുന്നു, പക്ഷേ it was purely belief. One person believed she does not look good, one person believes she looks fine. ആ ഒറ്റ ബിലീഫിന്റെ ഡിഫറൻസിൽ അവരുടെ ഫുൾ റിയാലിറ്റി ആണ് മാറുന്നത്. സോ ഇൻ ദാറ്റ് വേ ഐ ഇൻവൈറ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. കാരണം your body cannot recognize something if it does not have it inside already. So ഈ പറയുന്ന ഇമോഷണൽ ഇൻറ്റിമസിയും ഈ പറയുന്ന ട്രസ്റ്റും ഇതൊക്കെ if you don't have it inside, it will be very hard for you to like അതിനെ recognize ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് hard ആവും, right? So inshallah, I've come to the end and I just want to finish on this one note. Really start focusing on yourself, because knowing yourself is the first step to knowing Allah. This Arabic a beautiful poetry into the line on it. Know yourself because it is the first step to knowing Allah. And with that, inshallah, we finish the session. Dana, namukku question and answers na samyam undo? If you're willing, yes, നമുക്കൊരു 10 minutes, inshallah. Yes, I am fine to go ahead. Yes. ഓക്കെ, അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ജസാക്കുമുല്ലാഹു ഖൈറൻ. Yeah. Waiyaki.